മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പിണരാൽ നീ സൗഖ്യം പ്രാപിച്ചിടാൻ ഏകജാതനേശു തകർക്കപ്പെട്ടു. അടിപ്പിണരാൽ നീ സൗഖ്യം പ്രാപിച്ചിടാൻ ഏകജാതനേശു തകർക്കപ്പെട്ടു. ഇനിയും രോഗിയായി പാർത്തിടുവാനല്ല, യേശുവെ നോക്കി നീ സുഖം പ്രാപിക്കാം. ഇനിയും രോഗിയായി പാർത്തിടുവാനല്ല, യേശുവെ നോക്കി നീ സുഖം പ്രാപിക്കാം. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകം ആധാരമാക്കി നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 14-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുന്നു. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 15. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ മരുഭൂമി യാത്രയിൽ ആദ്യമായിട്ട് അവർക്ക് ഉണ്ടായ ഒരു പ്രതികൂലമാണ് മുൻപിൽ ചെങ്കടൽ. ചെങ്കടൽ കടന്ന് എങ്ങനെ പോകും എന്നവർ അല്പം ആശങ്കയോടെ നിൽക്കുമ്പോൾ പിന്നിലേക്ക് അവർ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഫറവോനും സൈന്യവും അഥവാ ശത്രു സൈന്യം അവരെ പിന്തുടരുന്നു. ഈ കാഴ്ച രണ്ടും കണ്ട് അവർ ഭയപ്പെട്ട് നിലവിളിച്ചു. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. മനുഷ്യമായ നിലയിൽ പറഞ്ഞാൽ ഇതൊരു യാദൃച്ഛിക സംഭവമായി നമുക്ക് തോന്നാം. പക്ഷേ 13-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ദൈവം അവരെ അതുവഴി കൊണ്ടുപോയില്ല എന്ന് വായിക്കുന്നു. ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം അവരെ ചുറ്റി നടത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഇത് വെറുതെ ചെയ്യുന്ന കാര്യമല്ലല്ലോ. ദൈവം ഉദ്ദേശമില്ലാതെ നമ്മുടെ നന്മയ്ക്കും തൻ്റെ മഹത്വത്തിനുമല്ലാതെ ഒരു കാര്യവും ചെയ്യാറില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും അതിന് പിമ്പിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. വിശ്വാസികൾ നാം നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തിന്മകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, പിന്നോട്ട് നോക്കി ഭയപ്പെടുവാൻ ആവശ്യമില്ല. കാരണം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും മുൻപോട്ട് പോകുവാനാണ്. മുൻപോട്ട്, കാരണം കർത്താവ് മുൻപിലാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇടയൻ മുന്നാലെ പോകുന്നു, ആടുകൾ പിന്നാലെ പോകുന്നു. അപ്പോൾ ഇടയനെ നോക്കി യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം, നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അല്ലെങ്കിൽ നാം ഒരുപക്ഷെ മുൻപോട്ടുള്ള യാത്രയിൽ പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം. ഇപ്പോൾ സംഭവിച്ചത്, ഇവർ മുൻപോട്ട് നോക്കിയപ്പോൾ കണ്ടത് പ്രതികൂലമായ ചെങ്കടലാണ്. വാസ്തവത്തിൽ ഇവർ നോക്കേണ്ടതുപോലെ നോക്കേണ്ടവനെ നോക്കിയിരുന്നെങ്കിൽ ഒരത്ഭുതം അവർ കാണാൻ സാധിക്കുമായിരുന്നു. അത് എന്താണെന്നല്ലേ, 13-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നോക്കിക്കേ. വഴി കാണിക്കാൻ പകൽ മേഘസ്തംഭത്തിലും
വെളിച്ചം കൊടുക്കുവാൻ രാത്രി അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. തുടർന്ന് വായിക്കുന്നത്, അവൻ മുൻപിൽ നിന്ന് മാറിയതുമില്ല, അങ്ങെത്തോളം താൻ അങ്ങനെ തന്നെ വഴികാട്ടിയായി പ്രകാശമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ച് പ്രതികൂലം വന്നപ്പോൾ അവർ മുൻപോട്ട് നോക്കി പ്രതികൂലത്തെയാണ് കണ്ടത്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവർ പ്രതികൂലത്തെയാണ് നോക്കിയത്, കർത്താവിനെ അല്ല. നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം ഇതാ, കുറവിതാ, പരാജയം ഇതാ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, പ്രതികൂല സാഹചര്യം വന്നാലും, രോഗമോ കഷ്ടമോ ആരോഗ്യമോ നന്മയോ തിന്മയോ എന്തും വരട്ടെ, എന്തു തന്നെ ആയിരുന്നാലും ഒരു കാര്യം ഓർത്തിരിക്കണം, മുൻപിൽ ഒരുവനുണ്ട്. അവൻ നമ്മുടെ ഇടയനാ, പരിപാലകനാ. അവൻ പോകുന്ന വഴിയെ മാത്രം പോയാൽ മതി. അവനെ നോക്കിയാൽ നമുക്ക് ശരിയായ വഴി കാണിച്ച് തരുന്നവനവൻ. വഴി കാണിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ, കർത്താവിൽ നിന്ന് കണ്ണ് മാറ്റാതെ അവനെ മാത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് തെറ്റാതെ നല്ല പാതയിലൂടെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്നാണല്ലോ വാക്യം. അങ്ങനെ നടത്തണമെങ്കിൽ നാം കണ്ണ് മാറ്റാതെ, ശ്രദ്ധ മാറ്റാതെ കർത്താവിനെ തന്നെ നോക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്തായിരുന്നാലും ഇസ്രായേൽ മക്കൾ മോശ പറഞ്ഞതുപോലെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. മോശ വടി ഉയർത്തി വെള്ളത്തിന്മേൽ നീട്ടിയപ്പോൾ വെള്ളം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ജനം ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ പ്രവേശിക്കുകയും ചെയ്തു. ആഴിയിൽ പാത ഒരുക്കുന്നവനെന്ന് അവർക്ക് മനസ്സിലായി. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ, എത്ര വിശ്വസ്തനാ. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ അവൻ സാധിപ്പിച്ചു തരും. ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന കർത്താവ് മാത്രമല്ല, കടലിൽ വഴിയൊരുക്കുന്നവനാ, ആഴിയിൽ പാത ഒരുക്കുന്നവൻ. ഈ കർത്താവിൽ നമുക്ക് ശരണപ്പെട്ട് മുൻപോട്ട് പോകാം. പ്രതികൂലം വന്നാലും മുൻപോട്ട് തന്നെ നോക്കാം. എങ്ങനെ കർത്താവിനെ കാണാൻ സാധിക്കും? മുൻപോട്ട് നോക്കിയാൽ പറ്റത്തില്ല. പിൻപിൽ എപ്പോഴും ശത്രുവാണ്, ഉപദ്രവിക്കുന്നവനാ, ഭാരപ്പെടുത്തുന്നവനാ, ഭയപ്പെടുത്തുന്നവനാ. കർത്താവ് അങ്ങനെയല്ല, അവൻ ധൈര്യപ്പെടുത്തുന്നവനാ. അവൻ പോയ പാത അങ്ങ് പോയാൽ മതി, നമുക്ക് സമാധാനത്തോടെ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ ചിന്ത കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ചും ബഹുമാനിച്ചും കർത്താവിൽ നിന്ന് നോട്ടം മാറ്റായും പ്രതികൂലത്തെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗൊൽഗൊഥാമലമേൽ കയറിടുന്നേ നാഥൻ, ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട്. ഗൊൽഗൊഥാമലമേൽ കയറിടുന്നേ നാഥൻ, ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട്. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നയും സഹിച്ചു, പോയിടും കാഴ്ച നീ കണ്ടിടുക. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നയും സഹിച്ചു, പോയിടും കാഴ്ച നീ കണ്ടിടുക. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ.